അടൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പൽ PTA ശീതസമരം. ഹൈസ്കൂൾ വിഭാഗത്തിൽ വൈദ്യുതി ചാർജ് അടയ്ക്കാത്തതിനെ തുടർന്ന് വൈദ്യുതി വിച്ഛേദിച്ചു. ഉടൻ തന്നെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും വൈദ്യുതി വിച്ഛേദിക്കുമെന്ന് സൂചന. ജനുവരി വരെയുള്ള ബില്ലടയ്ക്കാതിരുന്നതാണ് വൈദ്യുതി വിച്ഛേദിക്കുവാൻ കാരണമായി ഇലക്ട്രിസിറ്റി ബോർഡ് അധികൃതർ പറയുന്നത്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ വൈദ്യുത ചാർജ് ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നാണ് അടയ്ക്കുന്നത്. സ്കൂൾ പ്രിൻസിപ്പൽമാർ ബില്ല് നൽകുന്ന മുറയ്ക്കാണ് ഈ ഫണ്ട് ലഭിക്കുന്നത്. കഴിഞ്ഞ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള 1.25 ലക്ഷത്തോളം രൂപയുടെ വൈദ്യുതി ബിൽ സ്കൂൾ PTA ഫണ്ടിൽ നിന്നാണ് അടച്ചതെന്ന് PTA പ്രസിഡന്റ് സോമനാഥൻ പിള്ള പ്രൈം ന്യൂസിനോട് പറഞ്ഞു. സ്കൂൾ അധികൃതർ ബില്ലുകൾ യഥാസമയം നൽകാത്തതിനാൽ ഈ തുക തിരികെ ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി വിനിയോഗിക്കേണ്ട ഫണ്ട് വകമാറ്റി ചെലവഴിക്കുവാൻ കഴിയില്ലെന്നാണ് PTAയുടെ നിലപാട്. എന്നാൽ സ്കൂൾ അധികൃതർ സ്വന്തം കയ്യിൽ നിന്നാണ് കറണ്ട് ചാർജ് അടയ്ക്കുന്നതെന്ന് അധികൃതരും പറയുന്നു. ഹൈസ്കൂൾ വിഭാഗത്തിൽ 7,000 രൂപ മുതൽ 10,000 രൂപ വരെയും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 10,000 മുതൽ 13,000 രൂപ വരെയുമാണ് വൈദ്യുതി ബില്ലായി വരുന്നത്. വൈദ്യുതി ബിൽ അടയ്ക്കേണ്ടത് രക്ഷിതാക്കളുടെ ബാധ്യതയല്ലെന്ന് PTA പറയുന്നു. ജില്ലാ പഞ്ചായത്തിൽ ബില്ലുകൾ സമർപ്പിച്ച് യഥാസമയം വൈദ്യുതി ബിൽ അടയ്ക്കേണ്ടത് സ്കൂൾ അധികൃതരുടെ മാത്രം ഉത്തരവാദിത്തമാണെന്നും രക്ഷിതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് സ്കൂൾ ഉയർന്നുവെന്ന് കൊട്ടിഘോഷിക്കുമ്പോൾ പരീക്ഷാകാലത്ത് സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന വിദ്യാലയത്തിൽ ഇന്നു മുതൽ വൈദ്യുതി ഇല്ലാതെ കടുത്ത വേനലിൽ പഠിക്കേണ്ട സാഹചര്യമാണുള്ളത്. ന്യൂസ് ബ്യൂറോ, അടൂർ.